എന്താണ് പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെയും ഗുണങ്ങൾ, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഥവാ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുള്ളത് എന്തുകൊണ്ടാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ മനസ്സ് മാറ്റുമോ എന്നീ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അഥവാ പ്രാർത്ഥനയും ധ്യാനവും നമ്മെ ദൈവവുമായി കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുകയും ആത്മീയമായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ ഹൃദയത്തെ കേന്ദ്രീകരിക്കാനും നമ്മുടെ ആത്മാക്കളെ ദൈവവുമായി ഒന്നിപ്പിക്കാനും അനുവദിക്കുന്നു. അഥവാ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും മഹത്തായ നേട്ടങ്ങളിലൂടെ നമ്മളെ ഇത് നയിക്കും. അഥവാ വർദ്ധിച്ച സമാധാനവും സന്തോഷവും കൂടുതൽ മാനസികപരമായും ശാരീരികപരമായുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ഇത് എത്തിക്കുകയും, അഥവാ പ്രാർത്ഥനയും ധ്യാനം ഒരുപാട് പ്രയോജനങ്ങൾ വേറെ ഉള്ളതായും പഠനങ്ങൾ പറയുന്നു. അഥവാ പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള ബന്ധം എന്താണ് ശരിക്കും? അഥവാ പ്രാർത്ഥനയും ധ്യാനവും ഒരേ ശ്വാസത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന രണ്ട് ആചാരങ്ങളാണ്. അഥവാ രണ്ട് സമാനതകൾ പങ്കിടുന്നുണ്ടെങ്കിലും അവ വ്യത്യസ്തമാണ്. അഥവാ ഒന്നാമതായി പ്രാർത്ഥന ദൈവവുമായുള്ളൊരു സംഭാഷണമാണ്. അതേസമയം ധ്യാനം ഒരു നിശബ്ദ ധ്യാനമാണ്. അഥവാ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുക, സഹായം ചോദിക്കുക, അല്ലെങ്കിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്നു. അതേസമയം ധ്യാനത്തിൽ മനസ്സിലെ എല്ലാ ചിന്തകളിലും നിന്ന് ശുദ്ധീകരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവ ഉൾപ്പെടുന്നു. രണ്ടാമതായി പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ്. അഥവാ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ സംഭാഷണത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുപോലെ ധ്യാനത്തിനും മനസ്സമാധാനം, വർത്തമാന അവബോധം പരിശീലിക്കുന്നതിലും അച്ചടക്കവും ആവശ്യമാണ്. അഥവാ പ്രാർത്ഥനയും ധ്യാനവും ആത്മീയ വളർച്ചയിലേക്കും അല്ലെങ്കിൽ ദൈവവുമായുള്ള കൂടുതൽ അടുത്ത ബന്ധങ്ങളിലേക്കും നയിക്കുന്നു. അഥവാ പ്രാർത്ഥന നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നു. അതേസമയം ധ്യാനം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും അനുവദിക്കുന്നു. ഇനി പ്രാർത്ഥനയെയും ധ്യാനത്തെയും കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? അഥവാ പ്രാർത്ഥനയും ധ്യാനവും ബൈബിളിൽ 500-ലധികം തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തിൽ അവയ്ക്കുള്ള പ്രധാന പങ്കിനെ കുറിച്ചും പറയുന്നു. അഥവാ പ്രാർത്ഥനയും ധ്യാനവും അതിനെക്കുറിച്ചിട്ടുള്ള 11 ബൈബിൾ വാക്യവും ഇവിടെ പറയുന്നു. അഥവാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒരു വാക്യം. അഥവാ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, എൻ്റെ വായിൽ ഈ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിൽ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. അതുപോലെ അവൻ അരുൾ ചെയ്തു, മിണ്ടാതിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. അഥവാ ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. അഥവാ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു, നിന്റെ സകല പ്രവർത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. അഥവാ നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. അഥവാ ദിവസം മുഴുവൻ ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്നിവയുള്ള കുറച്ച് ബൈബിൾ വാക്യങ്ങൾ പറയുന്നുണ്ട്. അഥവാ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അഥവാ പ്രാർത്ഥനയും ധ്യാനവും 15ാമത്തെ നേട്ടങ്ങൾ നിങ്ങൾ 15 നേട്ടങ്ങൾ ഇവിടെ പറയുന്നു. അഥവാ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും 15 അത്ഭുതകരമായ ഗുണങ്ങൾ എന്തെന്ന് നോക്കാം. അഥവാ പ്രാർത്ഥനയും ധ്യാനവും ചില പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അഥവാ ഇതിൻ്റെ ഗുണങ്ങൾ, ആത്മീയ നേട്ടങ്ങൾ വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാനും കഴിയും. അഥവാ പ്രാർത്ഥനയുടെ കുറച്ച് നേട്ടങ്ങൾ ഇവിടെ പറയാം. ദൈവവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു. അഥവാ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും നിരവധി നേട്ടങ്ങളിലൊന്ന് അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അഥവാ ദൈവവുമായി പതിവായി സംസാരിക്കുന്നത് അവനെ നന്നായി അറിയാനും നമ്മെക്കുറിച്ച് അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മെ സഹായിക്കുന്നു. അഥവാ പ്രാർത്ഥനയിലൂടെയും ധ്യാനിക്കുന്നതിലൂടെയും നമുക്ക് ദൈവവുമായി കൂടുതൽ അർത്ഥവത്തായ ഒരു ബന്ധം ലഭിക്കും. അഥവാ രണ്ടാമതായി ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കുന്നു. അഥവാ പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധപ്പെടാനും മനസ്സിനെ ശാന്തമാക്കാനും സമയമെടുക്കുമ്പോൾ ആ ദിവസത്തെ സമ്മർദ്ദവും ഉത്കണ്ഠയും നാം ഒഴിവാക്കുകയും പ്രാർത്ഥനയും ധ്യാനവും പതിവായി പരിശീലിക്കുന്നത് നമ്മെ ശാന്തത അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
അഥവാ ഒരുപാട് വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ കൂടുതൽ കരുത്തരാകും. അഥവാ ആത്യന്തികമായി പ്രാർത്ഥനയും ധ്യാനവും നമ്മെ സ്വയം സമാധാനവും സംതൃപ്തിയും കണ്ടെത്താൻ സഹായിക്കുന്നു. മൂന്നാമതായി ആത്മീയമായി പോഷിപ്പിക്കുന്നു. അഥവാ പ്രാർത്ഥനയും ധ്യാനവും നമ്മെ ആത്മീയ പോഷണം പ്രദാനം ചെയ്യുന്നു. അഥവാ അതുവഴി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും ബന്ധപ്പെടാനും കഴിയും. ഈ പരിശീലനങ്ങളിലൂടെ നമ്മെ തന്നെയും അല്ലെങ്കിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയും നന്നായി മനസ്സിലാക്കാൻ ഇതിന് കഴിയും. അഥവാ പതിവായി പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഏർപ്പെടുന്നത് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും അല്ലെങ്കിൽ ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കുകയും ആത്മീയ നവീകരണം അനുഭവിക്കുകയും ചെയ്യുന്നു. അടുത്ത നാലാമതായി ഒരു വ്യക്തതയും ഏകാഗ്രതയും നൽകുന്നു. അഥവാ പ്രാർത്ഥനയും ധ്യാനവും വ്യക്തത നൽകുകയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ നമ്മെക്കുറിച്ചും നമ്മുടെ ദിവ്യ ഉദ്ദേശത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചും നമുക്ക് മികച്ച ഉൾക്കാഴ്ച നൽകും. പ്രാർത്ഥനയിലൂടെ നാം ദൈവിക മാർഗനിർദ്ദേശത്തിനായി അപേക്ഷിക്കുന്നു. അതേസമയം ധ്യാനം നമ്മെ എല്ലാ ശൈലികളിൽ നിന്നും വേർപെടുത്തി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നു. അഥവാ നമ്മുടെ തീരുമാനങ്ങളിലും അല്ലെങ്കിൽ വ്യക്തത കണ്ടെത്താനും യഥാർത്ഥത്തിൽ പ്രധാന കാര്യങ്ങൾക്ക് മുൻഗണന നൽകാനും അവ നമ്മെ സഹായിക്കും. അടുത്തത് നമ്മൾ ഇമോഷണലായിട്ടുള്ള കൂടുതൽ ഗ്രോത്തിനെ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുന്നു. അഥവാ പതിവ് പ്രാർത്ഥനയും ധ്യാനവും സമ്മർദ്ദവും ഉത്കണ്ഠയും വിഷാദം എന്നിവ കുറയ്ക്കുന്നതിലൂടെ ഒരു വൈകാരിക ക്ഷേമത്തെ അല്ലെങ്കിൽ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അവ ആത്മപരിശോധനയെയും ശ്രദ്ധയെയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഥവാ പ്രാർത്ഥനയും മെഡിറ്റേഷനും നമ്മുടെ കൂടുതൽ കൃതജ്ഞത ഉണ്ടാവാനും അല്ലെങ്കിൽ ക്ഷമ അല്ലെങ്കിൽ ഫോർഗീവ്നെസ് കൊടുക്കാനും എന്നിവ കഴിയുകയും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ഗ്രോത്തിനും അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനും ഇത് ഉപയോഗമാകുന്നു. അഥവാ മൊത്തത്തിൽ നമ്മുടെ ഡേ ലൈഫിലുള്ള അല്ലെങ്കിൽ ദൈനംദിന ദിനചര്യകളിൽ പ്രാർത്ഥനയും ധ്യാനവും ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വൈകാരിക ക്ഷേമത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ആറാമതായി നമ്മുടെ സമ്മർദ്ദവും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഉത്കണ്ഠയും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. അഥവാ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും മറ്റൊരു ഗുണം അവ സമ്മർദ്ദവും ഉത്കണ്ഠയും ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. അവ മനസ്സിനെ ശാന്തമാക്കാനും നെഗറ്റീവ് ഉത്കണ്ഠാജനകമായ ചിന്തകളും വികാരങ്ങളും കുറയ്ക്കാനും വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു. വർത്തമാനകാലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ദൈവവുമായി ബന്ധപ്പെടുന്നതിലൂടെയും നമുക്ക് സമാധാനവും ശാന്തതയും അനുഭവപ്പെടുന്നു. അഥവാ പഠനങ്ങൾ കാണിക്കുന്നത് പതിവായി പ്രാർത്ഥനയും ധ്യാനവും ഒരു കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും അത് ഉത്കണ്ഠയുടെയും ധ്യാനവും കോർട്ടിസോളിൻ്റെ അളവ് ഉത്കണ്ഠയുടെയും വിഷാദത്തിൻ്റെയും ലക്ഷണം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ്. അഥവാ ചുരുക്കത്തിൽ പ്രാർത്ഥനയും ധ്യാനവും നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് മെച്ചപ്പെട്ട മാനസികവും മൊത്തത്തിലുള്ള വൈകാരികമായ ക്ഷേമത്തിനെ നയിക്കുന്നു. ഇനി ഏഴാമതായി നമ്മുടെ കൂടുതലായിട്ടുള്ള ക്ഷമയും അല്ലെങ്കിൽ ഒരു കൃപയും നമ്മളെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാൻ സമയമെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പോരായ്മകളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും മറ്റുള്ളവരോട് കൂടുതൽ അനുകമ്പയുള്ളവരാകുകയും ചെയ്യുന്നു. മറുവശത്ത് ദൈവത്തിൻ്റെ ക്ഷമയും കൃപയും നേടുന്നതിലൂടെ അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ നാം പഠിക്കുന്നു. അതുവഴി ആരോഗ്യകരമായ ബന്ധങ്ങളിലേക്ക് കൂടുതൽ സമാധാനപരമായ നിലനിൽപ്പിനും സഹായിക്കുന്നു. ഇനി നന്ദിയും അല്ലെങ്കിൽ കൂടുതൽ ക്ഷമയും വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നന്ദി കൂടുതൽ വളർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നതിലൂടെ പ്രാർത്ഥനയും ധ്യാനവും പലപ്പോഴും കൃതജ്ഞതയിലേക്കും നന്ദിയിലേക്കും നയിക്കുന്നു. നമുക്കുള്ള എല്ലാറ്റിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മ, സ്നേഹം, വിശ്വസ്തത എന്നിവയെക്കുറിച്ചുള്ള ആഴമായ പതിപ്പ് വളർത്തിയെടുക്കുന്നു. അഥവാ നന്ദിയെയും അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾക്കുമുള്ള ശക്തമായ പ്രതിവിധികളാണ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥനയും ധ്യാനവും ഉൾപ്പെടുത്തുന്നതിലൂടെ നാം ഒരു നന്ദിയുള്ള ഹൃദയം വളർത്തിയെടുക്കുകയും അതുവഴി ലഭിക്കുന്ന നിരവധി നേട്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇനി ശാരീരികവും ആരോഗ്യവുമായി മെച്ചപ്പെടുകയും അല്ലെങ്കിൽ ആത്മീയ നേട്ടങ്ങൾക്ക് പുറമെ പ്രാർത്ഥനയും ധ്യാനവും നമ്മുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഈ ശീലങ്ങൾ രക്തസമ്മർദ്ദം കുറയുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു.
അഥവാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സമ്മർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ ദോഷകരമായ ഫലങ്ങൾ കുറയ്ക്കുന്നതിലൂടെ പ്രാർത്ഥനയും ധ്യാനവും മൊത്തത്തിലുള്ള ഒരു ആരോഗ്യവും അല്ലെങ്കിൽ ക്ഷേമവും പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കും എന്നതാണ്. ഇത് ശാരീരികപരമായി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു മികച്ച മാർഗമാണ്. സ്വയം അച്ചടക്കം ശക്തിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥന എന്നിവ, ധ്യാനം എന്നിവ ആത്മീയമായി നാം സമയം നീക്കി വയ്ക്കുമ്പോൾ അത് സ്ഥിരമായി പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ പ്രലോഭനങ്ങളെ ചെറുക്കാനും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിവിന് ശക്തിപ്പെടുത്താനും കഴിയും. അഥവാ മനസ്സിനെ നിശ്ചലമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ആത്മീയ നിയന്ത്രണം മെച്ചപ്പെടുത്തുകയും ദൈനംദിന ജീവിതത്തിൽ മികച്ച തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു. ഈ ആത്മീയ വളർച്ചയിലേക്ക് അടുത്തത് നയിക്കുന്നു എന്നതാണ്. അഥവാ പ്രാർത്ഥനയും മെഡിറ്റേഷനും അല്ലെങ്കിൽ പ്രാർത്ഥനയും ധ്യാനവും അതിനെ നീക്കി വെക്കുന്ന സമയം ചെലവഴിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസാനുഭവം വർദ്ധിക്കുകയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുകയും ചെയ്യുന്നു. അടുത്തത് സന്തോഷവും അല്ലെങ്കിൽ കൂടുതൽ ഹാപ്പിനെസ്സും വർദ്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും മറ്റൊരു പ്രധാന നേട്ടം അത് സന്തോഷം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അഥവാ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും നാം ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ സാഹചര്യത്തെ മറികടന്ന് സമാധാനവും സംതൃപ്തിയും നമുക്ക് അനുഭവപ്പെടുന്നു. മാനസിക വ്യക്തതയും ഓർമ്മശക്തിയും ഇതിലൂടെ വർദ്ധിപ്പിക്കുന്നു. അഥവാ നമുക്ക് കേന്ദ്രീകൃതമായൊരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നതും നമ്മുടെ വൈജ്ഞാനികമായ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന വിവരങ്ങൾ നന്നായി നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഈ ആവശ്യമുള്ള സമയങ്ങളിൽ ആശ്വാസം നൽകുന്നു. അഥവാ പ്രയാസകരമായ സമയത്ത് നമ്മുടെ ഭയങ്ങളും ആശങ്കകളും സംശയങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കാനും അവന് സമാധാനം കണ്ടെത്താനും സഹായിക്കുന്നു. അഥവാ രോഗശാന്തിയും പുനഃസ്ഥാപനവും നൽകുന്നു. അഥവാ ആത്മാവിനെ രോഗശാന്തിക്കും അല്ലെങ്കിൽ പുനഃസ്ഥാപനം നൽകുന്നു. ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് ശാരീരികവും അല്ലെങ്കിൽ വൈകാരികവും ആത്മീയവുമായ രോഗശാന്തിയെ പൂർണ്ണത അനുഭവപ്പെടുന്നു. ഇനി അടുത്തത് എങ്ങനെയാണ് ശരിയായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നോക്കാം. അഥവാ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയുടെ തെളിവുകൾ കാണുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ കാണുകയോ ചെയ്താൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കാനും പഠിക്കാം. അഥവാ ശരിയായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നത് ഇവിടെ പറയുന്നു. അഥവാ ഒരു ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക. ഇത് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ യാതൊരു ശ്രദ്ധയും തടസ്സപ്പെടാതിരിക്കാനും ഉള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം സജ്ജമാക്കുന്നതും ഇതിലുപകാരമാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ അത് കൃത്യമായ സമയം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് നമ്മുടെ സ്ഥിരത എപ്പോഴും പ്രധാനമാക്കി വെക്കും. അഥവാ നന്ദിയോടെ ആരംഭിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുക. അഥവാ സത്യസന്ധത പുലർത്തുക എന്നതാണ് അടുത്തത്. നമ്മുടെ ഇമോഷനുകളെയും ചിന്തകളെയും പോരാട്ടങ്ങളെയും കുറിച്ച് ദൈവത്തോട് ആത്മാർത്ഥത പുലർത്തുക. അവന് ഇതിനകം തന്നെ അറിയാം, പക്ഷെ അവയെക്കുറിച്ച് അവനോട് പറയുന്നത് അവയെ കൈകാര്യം ചെയ്യാനും മോചിപ്പിക്കാനുള്ള ശക്തമായ ഒരു മാർഗമായിരിക്കും. അഥവാ അടുത്തത് പറയുന്നത് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും അല്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ള നമ്മുടെ ഏത് വേദഗ്രന്ഥങ്ങളാണോ അത് വായിക്കുന്നതിലൂടെയും പ്രാർത്ഥനയുടെ പ്രാധാന്യം അധികമാണ്. അഥവാ അതിനെ തിരഞ്ഞെടുത്ത ചില ബൈബിൾ വാക്യങ്ങളോ എന്നിവ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക.